എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ, മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വീട്ടിലേക്ക് വരുവാണല്ലോ, അനന്തുവിന്റെ ലേഖയുടെ. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ വന്നു കയറുമ്പോൾ തന്നെ കണ്ണന്റെ ഫേസ് ഒരുമാതിരി വല്ലാണ്ടിരിക്കുവാണ്. ലേഖയുടെ അനന്തുവിന്റെ ഫേസും അത്ര വലിയ ഇതില്ല, എന്നാലും ഇങ്ങനെ നോക്കുക. പെട്ടെന്നാണ് മഹാലക്ഷ്മി സാഗറിനെ കാണുന്നത്. അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുവാണ്, ഇവൻ എന്താ ഇവിടെയെന്ന്. അപ്പോൾ സാഗർ ആണെങ്കിൽ വളരെ പ്രൗഡായിട്ടൊക്കെ വന്ന് ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുവാണ് മഹാലക്ഷ്മിയുടെ ഫ്രണ്ടില്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ കരുണയും ദുർഗയും മഞ്ജു എല്ലാം കൂടെ ആഘോഷിക്കുവാണ്. മോളെ പായസം വെക്കണോ പടക്കം പൊട്ടിക്കണോ? അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോന്ന് കരുണ പറയുവാണ്. എന്നിട്ട് പറയുവാണ്, മിക്കവാറും അവളെ ഇനിയും ഇറക്കി വിട്ട് കാണും. എന്തായാലും ഇനി അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. അയാളുടെ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് നടക്കാൻ വേണ്ടി അയാൾ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. മിക്കവാറും പറഞ്ഞ് വിട്ട് കാണും എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് ഭയങ്കരമായിട്ട് ആർത്താർത്ത് ചിരിക്കുവാണ്. കരുണയ്ക്കാണെങ്കിൽ ഒരു ടെൻഷനുണ്ട് തിരിച്ചു വരുമോന്ന്, എന്നാലും കരുണയെ സന്തോഷിക്കുവാണ്. അങ്ങനെ ഇവര് നമുക്ക് എങ്ങനെ ആഘോഷിക്കണം എന്ന് അറിയത്തില്ലല്ലോ മോളെ എന്താന്ന് പറഞ്ഞ് അങ്ങ് ആഘോഷിക്കുവാണ്. അപ്പോഴത്തേനും മേഘനും വരുന്നുണ്ട് അവരുടെ ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി. മേഘൻ വന്നപ്പോൾ മഞ്ജു ചോദിക്കുവാണ്, മേഘേട്ടന്റെ കൂട്ടുകാരനല്ലേ സാഗർ, മേഘേട്ടൻ വല്ലതാണോ അവനെ ഇറക്കിയിരുന്ന്? അങ്ങനെയല്ല മഞ്ജു, അവൻ പിന്നെ മേഘേട്ടൻ എന്തിനാ കണ്ണേട്ടനെ കാണാൻ വേണ്ടി അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അത് അവൻ എന്തോ അത്യാവശ്യം ഒരു കാര്യം കണ്ണോട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഞാൻ അവനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു, പിന്നെ അച്ഛനാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയുവാണ്. എന്നിട്ട് മേഘൻ പറയുവാണ്, എന്താണെങ്കിലും സമാധാനമായി, ഇനി എന്താണെങ്കിലും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. അവള് സാഗറിന്റെ കൂടെ പോവോ അല്ലെങ്കിൽ കണ്ണൻ പറഞ്ഞു വിടുവോ എന്താന്ന് വെച്ചാൽ അവിടുന്ന് ചെയ്തോളൂ. പിന്നെ വേറൊരു കാര്യം കൂടി, ഈ കമലേശ്വരത്തെ രണ്ടാമത്തെ മരുമോക്ക് സന്തോഷമായോ എന്ന് മേഘൻ ചോദിക്കുന്നുണ്ട് കരുണയോട്. അപ്പൊ കരുണ പറഞ്ഞിട്ടോ സന്തോഷമായി മേഘേട്ടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഇനി ഒരു ഒറ്റ കാര്യം കൂടെ ഉണ്ട് നടക്കാന്. അതായത് അവൻ ഇനി എന്താളും വേറൊരു കല്യാണം കഴിക്കത്തില്ല. എനിക്ക് എന്താളും കണ്ണന്റെ പൾസ് നന്നായിട്ട് അറിയാം. മേഘൻ പറയുക, അവൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒന്നും അവൻ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഇനി ഒരു ഉപകാരം കൂടെ നമുക്ക് കിട്ടും, അവൻ ഇനി വേറൊരു കല്യാണം കഴിക്കാൻ പോകത്തില്ല. ഇനി ഉണ്ണിയുടെയും കരുണയുടെയും കുഞ്ഞിനെയും എന്റെയും മഞ്ജുവിന്റെയും കുഞ്ഞിനെയൊക്കെ താലോലിച്ച് അവൻ ജീവിക്കേണ്ട വരുമെന്ന് പറയുവാണ്. അങ്ങനെ ഇവരെല്ലാം കൂടെ അടിച്ചു പൊളിക്കുവാണ്. ഇങ്ങനെ ഭയങ്കര ചിരിയും എല്ലാം എങ്ങനെ ആഘോഷിക്കണം എന്ന് പറഞ്ഞിരിക്കുവാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ മേഘൻ ആ വീട്ടിൽ വന്ന് കയറി കിടക്കുവാണ് മഞ്ജുവിന്റെ ഒക്കെ വീട്ടില്. മേഘൻ ഒരു സ്വപ്നവും കാണുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചോദ്യമൊക്കെ ഉണ്ടായി മഹാലക്ഷ്മിയെ വെച്ച്. അനന്തും ലേഖയും മഹാലക്ഷ്മിയെ ഭയങ്കരമായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുവാണ്. ക്രിട്ടിസൈസ് ചെയ്ത് ഇവര് ഇറക്കി വിടുവാണ് അവിടുന്ന് മഹാലക്ഷ്മിയെ. നീ പറയുന്ന എല്ലാം കള്ളത്തരവാ, ഞങ്ങൾക്ക് സാഗറിനെയാണ് വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയാണെ കണ്ണന്റെ കാലിലൊക്കെ പിടിക്കുവാണ്. കണ്ണേട്ടാ ഞാൻ പറയുന്നത് വിശ്വസിക്കും, ഞാൻ പറയുന്നതാണ് സത്യം, ഇവൻ വളച്ചൊടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ലേഖയാണെന്ന് ഇതൊരു കോടതിയാണ്, നീ സത്യം മാത്രമേ ഇവിടെ പറയത്തുള്ളൂ, യാതൊരു പരിഗണനയില്ല. നീ ഈ കാല് വയ്യാത്ത കണ്ണേട്ടനെ പറ്റിച്ചില്ലേ, ഞങ്ങൾക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു നീ എന്തുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്ന്. കണ്ണേട്ടൻ പെണ്ണ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ണേട്ടൻ അനന്തുവേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് സമ്മതിച്ചിട്ടില്ല, ഈ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. പിന്നെ നീ എങ്ങനെ പെട്ടെന്ന് ഇതിന് സമ്മതിച്ചു? ഞങ്ങൾക്ക് അപ്പം തൊട്ടേ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, നിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലേഖയാണെങ്കിൽ കുത്തിന് പിടിച്ചിട്ട് മഹാലക്ഷ്മി പിടിച്ച് തള്ളുവാണ് വീടിന്റെ ഫ്രണ്ടിലേക്ക്. അതാണ് പ്രമോയി കാണിച്ചേക്കുന്നത്. അത് പക്ഷേ മേഘനാഥൻ ഓർത്തതാണ്. ഞെട്ടി എഴുന്നേറ്റപ്പം മഞ്ജു ആണെങ്കിൽ ചായയും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവായിട്ട് പറയുവാണ്, മേഘേട്ടൻ അത്ര വലിയ ഉറപ്പൊന്നും നോക്കണ്ട, മിക്കവാറും അയാളെല്ലാം സഹിച്ചും പുറത്തും അയാൾ തിരിച്ചു വരുമെന്ന് പറയുവാണ്. അപ്പൊ മേഘൻ പറയുവാണ്, ഇനി എന്താളും അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. എത്ര നാളായി ഞാൻ ഈ വീട്ടിലൊന്ന് കിടന്നുറങ്ങിയിട്ട്, ഞാൻ എപ്പോഴും കണ്ണന്റെ ഉണ്ണിയുടെയും കൂടെ അല്ലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അവൾ ഇവിടെ വന്ന് കയറിയേ പിന്നെ എനിക്ക് ഇങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുവാണ്. ഇതേ സമയത്ത് യഥാർത്ഥത്തിൽ മഹാലക്ഷ്മിയെ, ഇത് സ്വപ്നമല്ല, യഥാർത്ഥത്തിൽ മഹാലക്ഷ്മിയെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് എല്ലാവരും കൂടി. എന്താണ് സാഗർ പറഞ്ഞ സത്യാവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട് ലേഖയും അനന്തവും. അപ്പൊ മഹാലക്ഷ്മി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അന്ന് സാരി ഉടുത്തുകൊണ്ട് പോയപ്പോഴൊക്കെ ഇവൻ ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്തെന്നും, ഇവൻ പിന്നെ രണ്ടാമത് ബന്ദിൻ്റെ അന്ന് ഹർത്താലിൻ്റെ അന്ന് ഇവൻ ഇങ്ങനെ ചെയ്തെന്നും എല്ലാം പറയുവാണ്. പക്ഷെ ലേഖയുടെ മനസ്സിൽ അപ്പം പറയുന്നുണ്ട്, അപ്പൊ അതാണ് കാര്യമെന്ന്. പക്ഷെ ലേഖയും മഞ്ജു ഭയങ്കരമായിട്ടും വഴക്ക് പറയുവാണ്. ഈ മനുഷ്യനെ ചതിച്ചു, മഹാലക്ഷ്മി ജീവന്റെ പാതിയാണെന്നും പറഞ്ഞ് നടന്ന കണ്ണേട്ടനെ നീ ചതിച്ചു, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾക്ക് സാഗർ പറഞ്ഞതാ വിശ്വാസം എന്ന് പറയുവാണ്. അപ്പൊ മഹാലക്ഷ്മി ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ സാഗർ പറയുവാണ്, ഇത്രയ്ക്ക് നുണ പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടെന്ന് പറയുവാണ്. മഹാലക്ഷ്മിയാണ് സാഗറിനെ കുത്തിനൊക്കെ പിടിച്ചിട്ട് പറയണം, സത്യം പറയണം എന്ന് പറഞ്ഞ് സാഗറിനെ കുത്തിനൊക്കെ പിടിച്ച് പൊക്കുവാണ്. അപ്പോഴത്തേനും ലേഖയാനന്ദും കൂടെ വന്ന് അവരെ പിന്മാറ്റുന്നുണ്ട്.
അപ്പോഴത്തേനും കണ്ണനാണെങ്കിൽ ഒരു വികാരവും ഇല്ലാതിരിക്കുവാണ്. എന്നിട്ട് ലേഖ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ലേഖ അനന്തു. ഇത്ര വലിയ ഇതായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കണ്ണേട്ടനോട് അന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞില്ല, ഇത് ഇത്രയും ദിവസം കൊണ്ടുപോയത് മഹാലക്ഷ്മിയല്ലേ, അന്ന് തന്നെ പറയണ്ടായിരുന്നൊക്കെ ചോദിക്കുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, നമ്മളുടെ ഇടയിലേക്ക് വേറൊരാൾ കയറി വന്നെന്ന് അത് അവൻ തന്നെ വന്ന് പറയുന്നു, മൂന്നാമതൊരാൾ വന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ടല്ലോ, താൻ അത് തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുവാണ്. അപ്പോഴത്തേനും മഹാലക്ഷ്മി അങ്ങ് ഭയങ്കര വിഷമമായി, കാര്യം മഹാലക്ഷ്മി അത് പറഞ്ഞില്ല. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം എന്താ ഇവനെ ഇത്ര വിശ്വാസം, ഞാൻ പറയുന്ന ആ സത്യം കണ്ണേട്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ കണ്ണൻ ഒരു വികാരവും ഇല്ലാതിരിക്കുവാണ്. ലേഖ അനന്തവും കൂടെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നുണ്ട്, മഹാലക്ഷ്മിയാണ് എല്ലാത്തിനും കാരണം, നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു പോയായിരുന്നു, കണ്ണനാണ് നിന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസം നിന്നെയായിരുന്നു, പക്ഷെ നീ ചതിച്ചല്ലോ, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോഴാണെങ്കിൽ മഹാലക്ഷ്മി ആണെങ്കിൽ വളരെ അത്ഭുതത്തോടു കൂടി നോക്കുവാണ് ഇവരെയൊക്കെ. കാര്യം ലേഖയ്ക്കും ആനന്ദോടും ഇങ്ങനൊരു ഫേസ് ഉണ്ടെന്നൊന്നും മഹാലക്ഷ്മിക്ക് അറിയത്തില്ല. മഹാലക്ഷ്മി കണ്ണുനീരും കയ്യുമായിട്ട് തുറിച്ചു നോക്കുവാണ്. അപ്പൊ ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുവാണ്, ചർച്ചകളും കാര്യങ്ങളും ഒക്കെ മഹാലക്ഷ്മി എല്ലാവരും കൂടെ എടുത്തിട്ട് കൊടുക്കുവാണ്. പക്ഷേ ഇതിന്റെ ബാക്കി എപ്പിസോഡിൽ ഇത് കണ്ടത് ഇവർ ക്യാമറയെ പിടിച്ചോന്നോ അല്ലെങ്കിൽ സാഗറിന്റെ മുമ്പിലുള്ള ഒരു ഇതാണെന്നോ ഒന്നും അറിയത്തില്ല. എന്തായാലും സാഗർ ഇപ്പൊ ജയിച്ച് നിൽക്കുവാണ്. മഹാലക്ഷ്മിയുടെ സത്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ പറ്റാതെ മഹാലക്ഷ്മി കുഴങ്ങി നിൽക്കുവാണ്. ഇത്രയേ ഉള്ളൂ ഈ എപ്പിസോഡ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.